ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് EPF അഥവാ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മന്ത്ലി സാലറീഡ് ആയിട്ടുള്ള മാസശമ്പളക്കാരായ ആളുകളുടെ ശമ്പളത്തിൽ നിന്നും, അതായത് അവരുടെ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 12% വരുന്ന തുക എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എല്ലാ മാസവും ഓട്ടോമാറ്റിക്കലായിട്ട് പോകുന്നുണ്ട്. അതായത് മാസശമ്പളക്കാരുടെ ശമ്പളത്തിൽ നിന്നും അടിസ്ഥാന ശമ്പളത്തിൻ്റെ 12% വരുന്ന തുക EPFിലേക്ക് എല്ലാ മാസവും അടയ്ക്കുന്നുണ്ട്. ആ 12% തുക തന്നെ എംപ്ലോയർ, നമ്മുടെ തൊഴിൽ ദാതാവും അടയ്ക്കുന്നുണ്ട്. നമ്മുടെ തൊഴിൽ ദാതാവ് അടയ്ക്കുന്ന 12%-ൽ നിന്നും 8.33% എംപ്ലോയീസ് പെൻഷൻ ഫണ്ടിലേക്കാണ് പോകുന്നത്. അതിൽ 3.67 എന്ന് പറയുന്നതാണ് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് പോകുന്നത്. ഈ EPFിലേക്ക് പോകുന്ന തുകയ്ക്ക് 8.5% അടുത്ത് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. അത് എല്ലാ ഫിനാൻഷ്യൽ ഇയറിൻ്റെയും അവസാനമാണ് ആ ഇൻട്രസ്റ്റ് നമ്മുടെ EPFിൽ ലയിപ്പിക്കുന്നത്. EPFിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്, EPFിൻ്റെ എലിജിബിലിറ്റി എല്ലാ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്കും EPF എലിജിബിളാണ്. അതിന് ഏജ് ലിമിറ്റ് ഇല്ല. അതായത് EPFിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഏജ് ലിമിറ്റ് ഇല്ല. EPFിലേക്ക് അടയ്ക്കുന്ന തുക എപ്പോഴൊക്കെ പിൻവലിക്കാം? അതായത് നമ്മുടെ കണ്ടിന്യൂസ് സർവീസിൻ്റെ, നമ്മൾ ഇടയ്ക്ക് നമ്മുടെ സർവീസ് ഒന്നും ബ്രേക്ക് ആകാതെ 5 വർഷം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ EPFിൽ നിന്ന് പൈസ പിൻവലിക്കാൻ സാധിക്കും. അത് കല്യാണം, വിദ്യാഭ്യാസം, ശാരീരികമായ അവശതകൾ, ഇൽനെസ്, ഇങ്ങനെയുള്ള കോവിഡിൻ്റെ സമയത്ത് ആ സമയത്തും പിൻവലിക്കാമായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥകളിലാണ്, അതായത് കല്യാണത്തിനും വിദ്യാഭ്യാസത്തിനും ഇൽനെസ്സിനും, ഈ 3 ഇതിനാണ് ഇപ്പോൾ നിലവിൽ PF വിഡ്രോവൽ അനുവദിക്കുന്നത്. അതിന് ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 80C പ്രകാരം ടാക്സിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ ഫണ്ടിൽ, അതായത് എംപ്ലോയി അടയ്ക്കുന്ന ഫണ്ടിൽ എത്രയാണോ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട്, ആ എമൗണ്ടിൻ്റെ 75% നമ്മൾക്ക് പിൻവലിക്കുവാനായി സാധിക്കും. അല്ലെങ്കിൽ ബേസിക് സാലറിയുടെ 3 മാസത്തെ കണക്കാക്കുന്ന തുക, അതിലേതാണോ കുറവ് ആ തുക നമുക്ക് EPFിൽ നിന്നും വിഡ്രോ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരാൾ അൺഎംപ്ലോയിഡ് ആണ്, അതായത് അയാളുടെ തൊഴിൽ നഷ്ടപ്പെട്ടെങ്കിൽ മോർ ദാൻ 2 months, 2 മാസത്തിന് മുകളിൽ അയാളുടെ തൊഴിൽ നഷ്ടപ്പെട്ടെങ്കിൽ 100% തുകയും EPFിൽ നിന്ന് പിൻവലിക്കാൻ സാധിക്കും. 55 വർഷമാണ് റിട്ടയർമെൻ്റ് ആയിട്ട് EPFO കണക്കാക്കുന്നത്. 55 വർഷം, അതായത് 54ാമത്തെ വയസ്സ് നമ്മൾക്കുള്ളപ്പോൾ 90% തുകയും നമുക്ക് പിൻവലിക്കാം. നമ്മൾ റിട്ടയർ ആകുന്നതിൻ്റെ 1 വർഷം മുന്നേ, 55 അവർ EPFO റിട്ടയർമെൻറ്റ് ഏജ് ആയിട്ട് കണക്കാക്കുന്നത്. അതിന് 1 വർഷം മുന്നേ 54 വയസ്സ് പൂർത്തിയാകുമ്പോൾ നമുക്ക് നമ്മുടെ EPF അക്കൗണ്ടിലുള്ള തുക 90% വിഡ്രോ ചെയ്യാൻ സാധിക്കും. വിഡ്രോ ചെയ്യുന്നതിന് ലിമിറ്റൊന്നുമില്ല, എത്ര തവണ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്യുന്ന തുക, അതായത് ഉള്ള തുകയുടെ 75% നമുക്ക് കിട്ടത്തുള്ളൂ. എത്ര തവണ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ടാണ് EPFO നമുക്ക് പണം നമ്മുടെ അക്കൗണ്ടിൽ തരുന്നത്. അത് മെസ്സേജ് വന്ന് 2-3 ദിവസത്തിന് ശേഷം നമ്മുടെ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അങ്ങനെയാണ് അതിൻ്റെ വിഡ്രോവൽ രീതികൾ. മറ്റൊരു വീഡിയോയിൽ ഈ EPFിൽ നിന്നും പണം പിൻവലിക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാവരും അതും കൂടെ കണ്ടാൽ എളുപ്പമായിരിക്കും. കുറേ ആൾക്കാർക്കെങ്കിലും അറിവില്ല എങ്ങനെ ചെയ്യണം, EPFിൽ നിന്ന് എങ്ങനെ പിൻവലിക്കണമെന്ന് അറിയത്തില്ല. അതിന് സർക്കാരിൻ്റെ ഒരു ആപ്പുണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉമാങ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട്. ആ ആപ്ലിക്കേഷൻ വഴി വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് ആധാർ കാർഡ്, ബാങ്കിൻ്റെ പാസ്ബുക്ക്, അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്ത ചെക്ക് ലീഫ്, പിന്നെ നമ്മുടെ UAN നമ്പർ, ഒരു 12 അക്ക നമ്പറുണ്ട്. ഈ നമ്പർ, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഉമാങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് PFിൽ നിന്ന് അത്യാവശ്യ ഘട്ടങ്ങളിൽ പണം പിൻവലിക്കാൻ സാധിക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ബേസിക് സാലറിയുടെ 12% നമ്മൾ അടയ്ക്കുന്നത്. എനിക്ക് 10,000 രൂപ അടിസ്ഥാന ശമ്പളം ഉണ്ടെങ്കിൽ 1,200 രൂപ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് മന്ത്ലി ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. എംപ്ലോയറും ഈ 1,200 രൂപ തന്നെ അടയ്ക്കും. ആ എംപ്ലോയർ അടയ്ക്കുന്ന 1,200ൻ്റെ 8.33% പെൻഷൻ ഫണ്ടിലേക്ക് പോകും. 3.67% EPFിൻ്റെ ഫണ്ടിലേക്ക് പോകും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. എല്ലാ വർഷവും ഗവൺമെൻറ് അത് റിവ്യൂ ചെയ്യും.
കഴിഞ്ഞ വർഷമൊക്കെ ഒരു 8.5% അടുത്തായിരുന്നു ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത്. ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമാണ് ഈ ഇൻട്രസ്റ്റ് നമ്മുടെ PF അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നത്. സാലറിഡ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും EPF ചേരാം. അതിന് തൊഴിൽ ദാതാവിൽ 20 ആൾക്കാരെങ്കിലും മിനിമം ജോലി ചെയ്യണം എന്നൊരു നിയമം കൂടി ഉണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഇതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്ന വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.